പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനും ഡിസ്കസ് ചെയ്തു. പിന്നെ ഓരോന്നിൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഡിസ്കസ് ചെയ്തു. ഓരോ ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടേം കോൺസ്റ്റിറ്റ്യൂഷണാലിസം, അതായത് അതിനെ മലയാളത്തിൽ വിളിക്കാറുള്ളത് ഭരണഘടനാവാദം എന്നാണ്. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാ കാര്യങ്ങളും നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് ഭരണഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പ്രസിഡൻറ്റിനെ, പ്രധാനമന്ത്രിയെ ഇവരൊക്കെ തിരഞ്ഞെടുക്കുന്നത്, നമ്മൾ വോട്ട് ചെയ്യുന്നത് എല്ലാം ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം, അതായത് ഭരണഘടനാവാദം അല്ലെങ്കിൽ ഭരണഘടന കൃത്യമായിട്ട് വേണം എന്ന് പറയുന്ന ഒരു ആശയം കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഭരണഘടന ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു മോഡേൺ കോൺസെപ്റ്റാണ്, ആധുനികമായിട്ട് അല്ലെങ്കിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശയമാണ്. അതായത് ലോകത്ത് ഭരണഘടന എന്നുള്ളതൊക്കെ ജനാധിപത്യം ഉയർന്നു വരുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത റവല്യൂഷൻ വിപ്ലവങ്ങൾക്കൊക്കെ ശേഷമാണ് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ രാജ്യങ്ങളും കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ ആശയമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ്റുമായും ജനങ്ങളുമായും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൽ നിന്നും ഉയർന്നു വന്നൊരു ആശയമാണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന് പറയുന്നത്. അതായത് എല്ലാ കാര്യങ്ങളും ഗവേൺഡ്, അത് നിയന്ത്രിക്കപ്പെടുന്നുണ്ട് ബൈ ദി ലോ, നിയമപ്രകാരം. അല്ലേ, നമ്മളെ പ്രസിഡൻറ്റിന് വേണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള പോലെ എന്തെങ്കിലും കാര്യം തീരുമാനം എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവരും ഭരണഘടനയിലെ ആശയങ്ങളെയാണ് എന്ത് ചെയ്യുക, എപ്പോഴും സ്വീകരിക്കാൻ ശ്രമിക്കുക. അവർ ശ്രമിക്കേണ്ടത് അതിന് തന്നെയാണ്. പ്രധാനമന്ത്രിക്ക് ഇനി മുതൽ ഇന്ത്യ രാജ്യത്ത് ഇലക്ഷനില്ല, ഞാൻ തന്നെയാണ് മരിക്കുന്നത് വരെ പ്രധാനമന്ത്രി എന്ന് പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ഭരണഘടന അത് അനുവദിച്ചു തരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഭരണഘടന കൃത്യമായി നിലനിൽക്കുക, ആ ഭരണഘടനയ്ക്ക് കീഴിലായിട്ട് എല്ലാ ജനങ്ങളെയും ഉൾപ്പെടുത്തുക എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ പറയുന്നതായിട്ടുള്ള ഒരാശയമാണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും അന്തിമമായിട്ട് നിയമങ്ങൾക്കായിരിക്കും, രാജ്യത്തെ നിയമത്തിനായിരിക്കും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിസം നടപ്പിലാകുന്ന അവസ്ഥയിൽ പ്രാധാന്യം ഉണ്ടാവുക. അന്തിമമായിട്ടുള്ള പ്രാധാന്യം എപ്പോഴും നിയമങ്ങൾക്കായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആശയം. പിന്നീട് പറയുന്ന പോയിൻ്റ് ലിമിറ്റഡ് ഗവൺമെൻറ്. നമ്മുടെ എല്ലാ കാര്യങ്ങളെയും ഗവൺമെൻറ്റിന് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. അതായത് ഗവൺമെൻറ് ലിമിറ്റഡ് ആയിരിക്കും. ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ജനങ്ങളെ കൺട്രോൾ ചെയ്യുക, ജനങ്ങളെ എല്ലാ കാര്യത്തിലും ഇടപെടുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയല്ല. പകരം ലിമിറ്റഡ് ഗവൺമെൻറ്റിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി കോൺസ്റ്റിറ്റ്യൂഷണാലിസം വഴി അധികാര വിഭജനം, ഡിവിഷൻ ഓഫ് പവർ, അധികാരം മൊത്തം ഒരാളുടെ കൈവശം മാത്രം എത്തുന്നതിനെ എതിർക്കുന്ന ഒരാശയം കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം. അതായത് അധികാരം എല്ലാവരിലേക്കും, അല്ലെങ്കിൽ അധികാരം എന്നുള്ളത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കേവല അധികാരമായിട്ട് അത് നിലനിർത്താൻ സഹായിക്കുന്നതും കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നുള്ള ആശയമാണ്. അതോടൊപ്പം കോൺസ്റ്റിറ്റ്യൂഷണാലിസം പ്രൊവൈഡ് സിസ്റ്റം ഓഫ് എഫക്റ്റീവ് റെസ്ട്രെയിൻസ് അപ്പോൺ ഗവൺമെൻറ്റൽ ആക്ഷൻസ്. ഗവൺമെൻറ്റിന് എന്ത് പ്രവർത്തനം നടക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ കൃത്യമായ നിയന്ത്രണം ഉണ്ടാവുന്നത് ഭരണഘടനാവാദം അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന ആശയത്തിലൂടെ കൂടുതൽ പ്രസക്തമാകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഗവൺമെൻറ്റിന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം എല്ലാം ഗവൺമെൻറ് എന്ന് പറയുന്നത് കൊണ്ട് ഗവൺമെൻറ് എല്ലാത്തിനും മുകളിലാണ് എന്നർത്ഥമില്ല. എല്ലാത്തിനും മുകളിൽ വരിക കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഭരണഘടനയാണ്, അതിലെ നിയമങ്ങളാണ്. അപ്പോൾ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ആര് പ്രവർത്തിക്കാൻ പാടുള്ളൂ? ഗവൺമെൻറ്റും പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ആശയമായിട്ട് പറയുന്നത്. ഇനി ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നുള്ള ആശയത്തിന് KC വെയർ കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ്റെ ഒരർത്ഥം, അതായത് ഒരു നിശ്ചിത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പവർ ഉപയോഗിക്കാൻ കഴിയുന്നതും
അന്യായമായി ജനങ്ങളെയോ രാഷ്ട്രത്തെയോ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായ ഗവൺമെൻറ് സംവിധാനം നിലനിൽക്കുന്ന അവസ്ഥയെയാണ് കേസി വെയർ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്, അതായത് എല്ലാത്തിൻ്റെയും നിയന്ത്രണം അന്തിമമായി നിയമത്തിൽ എന്തു പറയുന്നോ അതനുസരിച്ചാണെങ്കിൽ അത്തരം അവസ്ഥയെയാണ് ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന് കേസി വെയർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി ജനങ്ങളുടെ അവകാശങ്ങളെ കൃത്യമായി സംരക്ഷിക്കാനും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ആവശ്യമായ രീതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനും ഗവൺമെൻറ് അമിതമായി ജനങ്ങളെ നിയന്ത്രിക്കുന്നതും പരിധിയിൽ വരുത്തുവാനും വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ അതിനൊക്കെ എതിർക്കുന്ന ഒരു ആശയം കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നുള്ളത്, അല്ലേ? നമുക്ക് ഗവൺമെൻറ് ഉണ്ട് ഇവിടെ നമ്മുടെ രാജ്യത്ത്, അത് വിചാരിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യത്തിലും ഇടപെടുവാനോ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലെയും ഗവൺമെൻറ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുമാത്രം നടപ്പിലാക്കിക്കാനോ ഒന്നും ഇവിടുത്തെ ഗവൺമെൻറ്റിന് അധികാരമില്ല. അതായത് ജനങ്ങളുടെ അവകാശങ്ങൾ കൃത്യമായി സംരക്ഷിക്കേണ്ടി വരും. സമൂഹ നന്മയ്ക്ക് ആവശ്യമായ രീതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനും ഗവൺമെൻറ് അമിതമായിട്ട് ജനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള ആശയത്തിനൊക്കെ എതിരായിട്ട്, അതായത് അമിതമായിട്ട് ഒരിക്കലും ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ നിയന്ത്രിക്കാൻ പാടില്ലെന്ന് പറയുന്ന ഒരാശയം കൂടിയാണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നുള്ളത്. അതായത് ഏതൊക്കെ മേഖലയിൽ ഗവൺമെൻറ്റിന് തടസ്സം കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലാണ് ജനങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നുള്ളതാണ്. അതായത് പണ്ടത്തെ രാജാവൊക്കെ ഭരിച്ചിരുന്ന സിസ്റ്റം, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് അത്തരത്തിലൊരു ഭരണ സംവിധാനത്തിന് യാതൊരു പ്രസക്തിയുമില്ലാതെ എല്ലാവർക്കും ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ നിയമങ്ങൾ ഉറപ്പുവരുത്തുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയെയാണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ നോഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം, വ്യത്യസ്ത തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണാലിസം നിലനിൽക്കുന്നുണ്ട്. അതിനാണ് നോഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന് പറയുന്നത്. അത് വളരെ വിശദമായിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതിൽ വരുന്ന പ്രധാനപ്പെട്ട നോഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തിൽ വരുന്ന 3 ആശയങ്ങളാണ് ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷണാലിസം, മാർക്സിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം, തേർഡ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന് പറയുന്നത്. 3 വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തിൻ്റെ ആശയങ്ങളാണ് ലിബറൽ, മാർക്സിസ്റ്റ്, തേർഡ് വേൾഡ്. അതിൽ ലിബറൽ വ്യൂ, അതായത് ലിബറൽ ആശയങ്ങളിലെ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട ആശയങ്ങളായിട്ട് അല്ലെങ്കിൽ പോയിൻറ്റ്സ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് പറയുന്നത് ലിബറലിസം എന്ന് പറഞ്ഞാൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ട് അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരാശയമാണ്. അപ്പോൾ ജനങ്ങൾക്ക് കൃത്യമായ അവകാശങ്ങൾ ഉറപ്പുവരുത്താനും സാമൂഹിക നന്മയെ അടിസ്ഥാനമാക്കി നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാനും അതോടൊപ്പം സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇങ്ങനെയുള്ള ആശയങ്ങൾ മുറുകെ പിടിക്കാനൊക്കെ രാജ്യത്ത് ഭരണഘടനാവാദം ഉയർത്തണമെന്ന് ലിബറൽ വ്യൂ പോയിൻറ്റിലും അത് മുന്നോട്ട് വെക്കുന്ന ചിന്തകന്മാരും ഉയർത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ അടിസ്ഥാനത്തിൽ ലിബറൽ വ്യൂ എന്ന് പറയുമ്പോൾ വ്യക്തികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു ഭരണഘടനാവാദത്തെയാണ് അവരെന്ത് ചെയ്യുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയിട്ടുള്ള സമൂഹത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ പറ്റുന്ന രീതിയിൽ നിയമ സംവിധാനം വേണമെന്ന് ലിബറൽ വ്യൂ അടിസ്ഥാന ആശയമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ളതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ഒരു ഭരണഘടന വേണം. അത് എഴുതപ്പെട്ടതായിരിക്കാം അല്ലാത്തതായിരിക്കാം, ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഇനി അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓരോ വ്യക്തികളുടെയും അവകാശങ്ങൾക്ക് അവർ കൃത്യമായ പ്രാധാന്യം നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഓരോ വ്യക്തികൾക്കും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവസരം വേണമെന്നുള്ളതാണ് ലിബറൽ കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തിൻ്റെ മറ്റൊരു അടിസ്ഥാന ആശയമായിട്ട് പറയുന്നത്. അതായത് അമിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഗവൺമെൻറ് നിയന്ത്രിക്കാൻ പാടില്ലെന്നും ഇവർ അടിസ്ഥാന ആശയമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. നമ്മുടെ കാര്യത്തിലൊന്നും ഗവൺമെൻറ് അമിതമായിട്ട് ഇടപെടാൻ പാടില്ല, പകരം അവർ പറയുന്നത് സമൂഹ നന്മയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ രീതിയിലുള്ള റെസ്ട്രിക്ഷൻസ് മാത്രമേ വ്യക്തികളുടെ മേൽ വെക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ലിബറൽ ആശയത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതോടൊപ്പം അടുത്ത പോയിന്റ് പറയുന്നത് നിയമവാഴ്ച, അതായത് റൂൾ ഓഫ് ലോ. എല്ലാ കാര്യങ്ങളും നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കേണ്ടതെന്ന് പറയുന്ന ആശയമാണ് റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ റൂൾ ഓഫ് ലോ നിലനിൽക്കണമെന്നും സ്വതന്ത്രമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സംവിധാനങ്ങൾ, അതായത് നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെയൊക്കെ 4th എസ്റ്റേറ്റ് ആയിട്ട് അറിയപ്പെടുന്നതാണ് മാധ്യമങ്ങൾ, അല്ലേ?
നാലാമത്തെ പില്ലർ എന്നുള്ള രീതിയിൽ ഫോർത്ത് പില്ലറായിട്ടും ഫോർത്ത് എസ്റ്റേറ്റായിട്ടൊക്കെ സംവിധാനിക്കുന്ന ഒരു നമ്മളൊക്കെ നിത്യേന കാണുന്ന സംവിധാനമാണ് മാധ്യമങ്ങൾ എന്നുള്ളത്. അപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ അനുവദിക്കുന്ന രീതിയിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തിനാണ് ലിബറൽ വ്യൂ പ്രാധാന്യം നൽകുന്നത്. രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തിൻ്റെ ഒരു രീതിയാണ് മാർക്സിസ്റ്റ് വ്യൂ പോയിന്റ് പറയുന്നത്. മാർക്സിസ്റ്റ് വ്യൂ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം, അതായത് കാൾ മാക്സ്, ലെനിന്, മാവോ സേതുങ് ഇവരുടെയൊക്കെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള, അതായത് മാർക്സിസ്റ്റ് ചിന്തകന്മാരുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തെയാണ് മാർക്സിസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, ഇവർ ക്യാപിറ്റലിസം, നേരത്തെ പറഞ്ഞ ലിബറലിസത്തിന് എതിരായി വന്നിട്ടുള്ള ഒരു ആശയത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്കല്ല കൂടുതൽ അവകാശങ്ങൾ നൽകേണ്ടത്, സമൂഹത്തിനാണ് കൂടുതൽ അവകാശങ്ങൾ നൽകേണ്ടതെന്നും സമൂഹത്തിൽ അന്യായമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്നും അതെല്ലാം എക്സ്പ്ലോയിറ്റേഷൻ അഥവാ ചൂഷണം എന്നതിലേക്കാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ചൂഷണം അവസാനിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും ഇല്ലായ്മ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊഴിലാളികളുടേതായിട്ടുള്ള ഒരു ഭരണ സംവിധാനം രാജ്യത്ത് ഉയർന്നു വരണം എന്നുള്ളതുമാണ് ഇവരുടെ ആശയം പറയുന്നത്. മാർക്സിസ്റ്റ് വ്യൂ പോയിന്റിൽ പറയുന്നത് ആ രീതിയിലാണ്. അതായത് ശാസ്ത്രീയമായ രീതിയിൽ ഭരണഘടനയിലൂടെ എങ്ങനെ സോഷ്യലിസം സ്ഥാപിക്കുക. സോഷ്യലിസം എന്ന് പറയുമ്പം നമ്മൾ അതിൻ്റെ ഡെഫിനേഷൻ പറയാറുള്ളത്, സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എല്ലാം സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന രീതിയിൽ സാമ്പത്തിക സംവിധാനങ്ങളെയൊക്കെ സമൂഹത്തിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ വിതരണം ചെയ്യുക എന്നുള്ളതാണ് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ. അപ്പം സമൂഹത്തിലെ എല്ലാവർക്കും തുല്യത നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാശയമായിട്ടാണ് മാർക്സിയൻ വ്യൂവിൽ കോൺസ്റ്റിറ്റ്യൂഷണാലിസം നിലനിൽക്കുന്നത്. അപ്പോൾ തുല്യത ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതിനിധീകരിക്കുന്നത് പലപ്പോഴും വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആയിരിക്കും എന്നുള്ളതാണ്, അതായത് തൊഴിലാളികളായിരിക്കും. അപ്പോൾ ആ തൊഴിലാളികൾക്ക് പ്രാധാന്യമുള്ള ഭരണ സംവിധാനമാണ് രാജ്യത്ത് വേണ്ടതെന്നാണ് മാർക്സിയൻ വ്യൂവിൽ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തിൻ്റെ രീതിയാണ് തേർഡ് വേൾഡ് വ്യൂ. അതായത് തേർഡ് വേൾഡ് വ്യൂ എന്ന് പറഞ്ഞാൽ, തേർഡ് വേൾഡ് നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും, ഡെവലപ്പിംഗ് കൺട്രീസും ഡെവലപ്ഡ് കൺട്രീസും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസൊക്കെ. അപ്പോൾ ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തേർഡ് വേൾഡ് വ്യൂ പറയുന്നത്, അവർ പൂർണ്ണമായിട്ടും മാർക്സിസത്തെയും പൂർണ്ണമായിട്ടും ലിബറലിസത്തെയും അക്സെപ്റ്റ് ചെയ്യാതെ പലപ്പോഴും രണ്ടിലെയും പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ആ രീതിയിൽ മൂന്നാം ലോക രാജ്യങ്ങൾ, ലോകത്ത് ദരിദ്രമായിട്ടുള്ള രാജ്യങ്ങൾ സ്വീകരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തിൻ്റെ ഒരു മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് തേർഡ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം. അപ്പോൾ ഈ തേർഡ് വേൾഡ് കോൺസ്റ്റിറ്റ്യൂഷണാലിസത്തിലെ ഏറ്റവും അടിസ്ഥാന ആശയം എന്ന് പറഞ്ഞാൽ, അവർ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ പൂർണ്ണമായ സോഷ്യലിസത്തിനോ ഒന്നുമല്ല പ്രാധാന്യം കൊടുക്കുന്നത്. രാജ്യത്തിൻ്റെ വികസനം, സാമ്പത്തികമായ സുസ്ഥിരത, സമൂഹത്തിൽ ഇക്വാളിറ്റി കൊണ്ടുവരിക, ചൂഷണങ്ങളില്ലായ്മ ചെയ്യുക, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് സാമൂഹിക അടിത്തറ ഉറപ്പ് വരുത്തുന്നതിന് സാമ്പത്തികമായിട്ടുള്ള സംവിധാനങ്ങളുടെ സുരക്ഷിതത്വവും അതോടൊപ്പം രാജ്യത്തിൻ്റെ വികസനമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ആശയമായിട്ടാണ് മൂന്നാം ലോക രാജ്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യൂഷണാലിസം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്നുള്ളതും അതിൻ്റെ ടൈപ്സുമാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാകും. ഭരണഘടനാവാദം എന്നാണ് മലയാളത്തിൽ പറയാം. നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണാലിസം എന്ന് പറയുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണാലിസം ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ സൂക്ഷിക്കേണ്ട ഒരു ടേമാണ് റൂൾ ഓഫ് ലോ അഥവാ നിയമവാഴ്ച. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തെയാണ് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത്. ഈ ഭാഗം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.